ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് ചേന ഉടച്ച കറിയാണ്. അതിനായിട്ട് നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഈ ചേനയെല്ലാം ഒന്ന് കഷ്ണങ്ങളാക്കി എടുക്കണം. ഇനി ഞാൻ എടുത്തിട്ടുള്ളത് ഒരു 100 ഗ്രാം ചെറുപരിപ്പാണ്. അത് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കുതിരാൻ വയ്ക്കാം. ഇനി ഒരു ചട്ടിയിലേക്ക് കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുന്ന ചേനയെല്ലാം ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ വളരെ കുറച്ച് കറിയാണ് ചെയ്ത് കാണിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഞാനിപ്പോൾ ഒരു 150 ഗ്രാം ചേനയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന ചെറുപരിപ്പ് കൂടി ഇതിനോടൊപ്പം ചേർത്ത് കൊടുക്കാം. പുളിക്കായിട്ട് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഒരു ചെറിയ കഷ്ണം തക്കാളിയാണ്. ഇനി നമുക്ക് വേവാൻ ആവശ്യമുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. തീ കൂട്ടിയിട്ട് വേണം ആദ്യം ഒന്ന് വേവിച്ചെടുക്കാൻ. പകുതി വെന്ത് വരുമ്പോൾ നമുക്ക് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇത്രയും ചേർത്ത് കൊടുക്കണം. ഇതിൽ ഞാനിപ്പോൾ തേങ്ങയൊന്നും അരച്ച് ചേർക്കുന്നില്ല. അതുപോലെ മുളക് പൊടി മാത്രമേ ഇതിൽ യൂസ് ചെയ്യുന്നുള്ളൂ, മല്ലിപ്പൊടിയൊന്നും യൂസ് ചെയ്യുന്നില്ല. വളരെ ടേസ്റ്റിയും വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണിത്. തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല വെന്ത് വരുമ്പോൾ നമുക്ക് തവി കൊണ്ട് തന്നെ ഇതൊന്ന് ഉടച്ചു കൊടുക്കണം. ചേനയെല്ലാം നല്ലതുപോലെ ഉടച്ച് പരിപ്പുമായിട്ട് ചേർന്നിരിക്കണം. ഇപ്പോൾ ഏകദേശം വെന്ത് കിട്ടിയിട്ടുണ്ട്. കറി നല്ല കുറുകിയിരിക്കണം, അപ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് അധികമാവുന്നത്. ചേനയെല്ലാം ഉടച്ച് കഴിഞ്ഞാൽ പിന്നെ ചെറുതീയിലിട്ട് 2-3 മിനിറ്റ് ഇളക്കിയ ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് കടുകാണ് താളിച്ചിടേണ്ടത്. വെളിച്ചെണ്ണയിൽ കടുകും ചെറിയ ഉള്ളി ഒരു പിടിയോളം വേണം, വറ്റൽമുളക്, കറിവേപ്പില ഇത്രയും നന്നായിട്ടൊന്ന് വഴറ്റിയ ശേഷം നമുക്ക് കറിയിൽ ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം നമുക്കിതൊന്ന് 1 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കണം. അപ്പോൾ ആ ഉള്ളിയുടെ ടേസ്റ്റൊക്കെ നമുക്ക് കറിയിലോട്ട് കുറച്ചും കൂടെ ഊറി ഇറങ്ങുന്നതാണ്. അപ്പോൾ വളരെ രുചികരമായ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ചേന ഉടച്ച കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ചോറിനോടൊപ്പം കഴിക്കാൻ അടിപൊളിയായിട്ടുള്ളൊരു കറിയാണിത്. സൈഡ് ഡിഷായിട്ട് നമുക്ക് അച്ചാറോ പപ്പടമോ ഒക്കെ വെച്ച് കഴിക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കമൻസും എന്നെ അറിയിക്കുക.